വെൽക്കം ബാക്ക് ടു ലോ സ്പാർക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊമേഴ്സ്യൽ ബാങ്ക് ആണ്. അപ്പോൾ ഇതിനു മുന്നേ പാർട്ട് 3 വരെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. എവല്യൂഷൻ, ഒറിജിൻ, അതുപോലെ ടൈപ്സ്, ഫങ്ഷൻസ് എല്ലാം ഇട്ടിട്ടുണ്ട്. മൊഡ്യൂൾ അനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സും എടുത്തു പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിൽ പോയി ആ ഒരു പാർട്ട് 1, 2, 3 കണ്ടതിന് ശേഷം നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള കൊമേഴ്സ്യൽ ബാങ്ക് എന്ത് ചെയ്യുക, കാണുക. അപ്പോൾ എന്താണ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക് എന്താണ്? നമ്മുടെ ഒരു ബാങ്കിങ് സെക്ടറിൽ തന്നെ ഒരു കീ കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രധാന ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നതും ആരാണ്? കൊമേഴ്സ്യൽ ബാങ്കാണ്, ബാങ്കിങ് സെക്ടറിൽ തന്നെ. അതുപോലെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ എന്ത് ചെയ്യുന്നുണ്ട്, വഹിക്കുന്നുണ്ട് കൊമേഴ്സ്യൽ ബാങ്ക്. അതുപോലെ തന്നെ നമ്മൾ അണ്ടർ ദ ബാങ്കിങ് ലോയിൽ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അതുപോലെ തന്നെ അത് സൂപ്പർവൈസ് ചെയ്യുന്ന ആരാണ്? നമ്മൾ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ആ ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ കീഴിൽ തന്നെ എന്താണ് പല സെവറൽ ആയിട്ടുള്ള ലീഗൽ ഫ്രെയിം വർക്കിലും കൊമേഴ്സ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, മീൻസ് ഗവേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ ഒരു കീ കമ്പോണൻറ്റും അതുപോലെ നമ്മുടെ കൺട്രിയിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് റോളും വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെവറൽ ലീഗൽ ഫ്രെയിം വർക്കും ഗവേൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ആരാണ്? ഈ കൊമേഴ്സ്യൽ ബാങ്കും എല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത് നമുക്കറിയാം ആരാണ്? RBI ആണ്. അപ്പോൾ ഈ ബാങ്ക് എല്ലാം പെർഫോം ചെയ്യുന്നു, അവരുടെ എസെൻഷ്യൽ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ അവർ എന്തൊക്കെ ഡ്യൂട്ടി ചെയ്യുന്നു? അവർ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു, പിന്നെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നെ അതുപോലെ വേരിയസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസ് ഇൻഡിവിജ്വൽസിനും കൊടുക്കുന്നു, ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഒരു കൊമേഴ്സ്യൽ ബാങ്കിന്റെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് നമുക്ക് ലീഗൽ ഡെഫിനേഷനും അതുപോലെ റെഗുലേഷനും നോക്കാം. അപ്പം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 5 സപ്പോസ് ബിയിലകത്ത് എന്താണ് ബാങ്കിങ് എന്നൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ആ ഒരു അക്സെപ്റ്റ് ചെയ്യുന്നു, ഒന്നെങ്കിൽ വായ്പ നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വായ്പ പബ്ലിക്കിന് കൊടുക്കുന്നു, അതുപോലെ ഇൻവെസ്റ്റ്മെന്റും പബ്ലിക്കാണ് നമുക്ക് ചെയ്യുന്നത്. അത് റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് തിരിച്ചും നമുക്ക് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, അപ്പം നമുക്കൊരു ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണ് അത് വിഡ്രോ ചെയ്യുന്നത്? ബൈ ചെക്ക് വഴിയോ, ഡ്രാഫ്റ്റ് വഴിയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയോ, നമുക്ക് ATM വഴി പിൻവലിക്കാം പൈസ. അപ്പോൾ എങ്ങനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ പൈസ പിൻവലിക്കുകയും വിഡ്രോ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്, മനസ്സിലായോ? നമ്മൾ ബാങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അവർ ഇങ്ങോട്ട് ലോൺ തരുന്നു, പിന്നെ നമ്മൾ ഇട്ട പൈസ നമ്മൾ വിഡ്രോ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ഇത് എന്താണ് ബാങ്കിങ് എന്ന് പറയുന്നത്? ബാങ്ക് റെഗുലേഷൻ ആക്ടിൽ സെക്ഷൻ 5 സപ്പോസ് ബിയുടെ അകത്താണ്. ഓക്കെ, കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഡെഫിനിഷനും ഈ ഒരു പറയുന്ന റൂൾസിന്റെ അകത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഡെഫിനിഷനും ഇതിന്റെ ഈ ഒരു ആക്ടിന്റെ അകത്താണ്. ബാങ്ക് റെഗുലേഷൻ ആക്ട്, നമ്മുടെ RBIയുടെ ആക്ട് 1934, അതുപോലെ തന്നെ നമ്മുടെ കമ്പനീസ് ആക്ട് 2013, അതുപോലെ NA ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ അകത്തുള്ള ഡെഫിനിഷനും നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ കൊമേഴ്സ്യൽ ബാങ്കിനെ കുറിച്ച് പറയുന്നത്. പൊതുവെ ബാങ്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷനാണ് നമ്മൾ പഠിച്ചത്, അത് തന്നെയാണ് കൊമേഴ്സ്യൽ ബാങ്കിന്. അപ്പോൾ ഈ എല്ലാ ഡെഫിനിഷനും എന്ത് ചെയ്യുന്നു, മീൻസ് ബൗണ്ട് ചെയ്തേക്കുന്നു, എല്ലാം എന്താണ്, ഒന്നാണ്. അപ്പം ബാങ്ക് റെഗുലേഷൻ ആക്ട്, അതുപോലെ RBI, അതുപോലെ കമ്പനീസ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. ഈ ടൈപ്സ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്കിങ് ഇൻ ഇന്ത്യ ഏതാണെന്ന് നോക്കാം. നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ വരുമ്പം SBI, PNB ബാങ്ക് എല്ലാം എന്താണ്, നമുക്ക് പബ്ലിക് സെക്ടറിൽ വരും. ഇത് മെജോറിറ്റി ഓൺ ചെയ്തേക്കുന്ന ആരാണ്? നമ്മുടെ ഗവൺമെന്റ് ആണ്. അടുത്ത പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഇപ്പോൾ സച്ചാസ് HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇതൊക്കെ എന്താണ്, ഒരു പ്രൈവറ്റ് എൻറ്റിറ്റീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ഓണേഴ്സ് എല്ലാം. ഓക്കെ, അതാണ് പ്രൈവറ്റ് സെക്ടേഴ്സ് ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്ക് തന്നെ നമുക്ക് പല ടൈപ്പ് ഉണ്ട്, പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്, ഫോറിൻ ബാങ്ക് ആണ്. ഫോറിൻ ബാങ്ക് ആകുമ്പം HSBC ബാങ്ക് അല്ലെങ്കിൽ സിറ്റി ബാങ്ക്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം ഇന്ത്യക്ക് പുറത്തായിരിക്കും. ഓക്കെ, പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ അണ്ടർ ദ ഇന്ത്യൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ആ ഒരു റൂളിലായിരിക്കും ഈ ബാങ്ക്സ് എല്ലാം എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് പുറത്തും ആയിരിക്കും. പിന്നെ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണ്, അല്ലെങ്കിൽ RRB ബാങ്ക്സ് എന്ന് പറയും. ഇത് നമ്മൾ റൂറൽ ആയിട്ടുള്ള ഏരിയയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും പൊതുവേ കൊടുത്തേക്കുന്ന അഗ്രികൾച്ചർ സെക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, മീൻസ് പൈസ ഇടപാടും അങ്ങനത്തെ ലോൺസും പ്രൊവൈഡ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് RRBക്ക് ഉള്ളത്. അപ്പം 4 ടൈപ്സ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്കാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ.
നമുക്ക് കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പ്രൈമറി ഫങ്ഷൻസ് ആണ്. അതിൽ പ്രൈമറി ഫങ്ഷൻസിൽ എന്താണ്, ഒന്നാമത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആണ്. പല പല വേരിയസ് ഫോമിൽ നമ്മൾ സേവിങ്സ് ആയിട്ടും കറണ്ട് ആയിട്ടും ഫിക്സ്ഡ് ആയിട്ടും എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ലെൻഡിങ് മണിയാണ്. നമുക്ക് വായ്പ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ലോൺ ആയിട്ടും ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടും അതുപോലെ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടൊക്കെ നമുക്ക് പല പല രീതിക്ക് നമുക്ക് ലോൺസ് മീൻസ് വായ്പ കിട്ടാറുണ്ട്, ലഭിക്കാറുണ്ട്. ഈ ഓവർ ഡ്രാഫ്റ്റ് എന്താണ്, പിന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണ്, അത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് വീണ്ടും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നെന്താണ്, ഇതെല്ലാം നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് റെഗുലേറ്റും ചെയ്തേക്കുന്നത്. അതുപോലെ ലീഗലി പ്രൊട്ടക്റ്റഡും ആണ് നമ്മൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഈ ഫങ്ഷൻസ് എല്ലാം. അതുപോലെ തന്നെ ഇത് കിട്ടണം, ഇപ്പം നമുക്ക് ലോൺ കിട്ടണം അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, എല്ലാം കുറച്ച് കണ്ടീഷൻ ഉണ്ട്. അപ്പം എന്തൊക്കെ കണ്ടീഷനാണ് ഇമ്പോസ് ചെയ്തേക്കുന്നത്? ഒന്നാമത്തെ മിനിമം റിസർവ് റിക്വയർമെന്റ് ആണ്. നമുക്കിപ്പം ലോൺ കിട്ടണമെങ്കിൽ മിനിമം ബാലൻസ് വേണം, നമ്മൾ സിവിൽ സ്കോർ വേണം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ക്യാപിറ്റൽ അഡ്വക്കൻസി, പിന്നെ പ്രുഡൻഷ്യൽ നോംസ് ഫോർ ലെൻഡിങ് എന്ന് വെച്ചാൽ ആ ഒരു വായ്പ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഓരോരോ എന്താണ് ചട്ടങ്ങളുണ്ട് ഓരോ രീതിയിലും. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ലോൺ കിട്ടണമെങ്കിൽ ലോണിൻ്റെ എമൗണ്ട് ഇപ്പം എല്ലാം റെഡി ആയിട്ട് ലോണിൻ്റെ എമൗണ്ട് കിട്ടണമെങ്കിൽ ഇപ്പം എന്തെങ്കിലും നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്, ഓരോ കണ്ടീഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൈമറി ഫങ്ഷൻസ് ആയാലും എല്ലാം നടപ്പിലാക്കുന്നത്. ഈ സെക്കൻഡറി ഫങ്ഷൻസ് ആണ്. അതിൽ സെക്കൻഡറി ഫങ്ഷൻസിൽ എന്താണ് പറയുന്നത്, ഏജൻസി ഫങ്ഷൻ്റെ അകത്ത് ഈ പേയ്മെന്റ് ഓഫ് ബിൽസ്, പിന്നെ കളക്ഷൻ ഓഫ് ചെക്ക്, പിന്നെ ആക്ടിങ് ആസ് ട്രസ്റ്റി ആയിട്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ആക്ട് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ആദ്യത്തേലെല്ലാം നമ്മൾ ഫസ്റ്റ് ഓരോ സ്റ്റെപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, പൈസ അങ്ങോട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ നമുക്ക് ബില്ലെല്ലാം പേയ്മെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെക്കിന്റെ കളക്ഷനും, പിന്നെ ഈ ബാങ്ക് തന്നെ നമുക്ക് ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ്. പിന്നെ അതിൽ സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ യൂട്ടിലിറ്റി സർവീസ് ആണ്. സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ്, നമുക്ക് ലോക്കേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നു. പിന്നെ ഫോറക്സ് സർവീസ്, ഫോറക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഫോറിൻ സർവീസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലീഗൽ റെസ്ട്രിക്ഷൻ ആൻഡ് പവേഴ്സ് ആണ്. ഇപ്പം കുറച്ച് ലീഗൽ റെസ്ട്രിക്ഷനും പവേഴ്സും നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റെസ്ട്രിക്ഷൻ പറയുന്ന സെക്ഷൻ ബാങ്ക് റെഗുലേഷൻ ആക്ട് അണ്ടർ സെക്ഷൻ 6 അകത്താണ് പറയുന്നത്. കൊമേഴ്സ്യൽ ബാങ്കിന് എന്താണ്, ഈ ചില സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗുഡ്സ് ട്രേഡിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ നമ്മൾ കൊമേഴ്സ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, മീൻസ് കൊമേഴ്സ്യൽ ബാങ്കിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 6 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലാണ് ഈ കാര്യം പറഞ്ഞേക്കുന്നത്. ഈ നെക്സ്റ്റ് പവർ പറയുന്നത് നമ്മുടെ RBIയുടെ പവറിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 21 പ്രകാരം RBIക്ക് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യാൻ, അഡ്വാൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ക്രെഡിറ്റ് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് RBIയുടെ കൺട്രോൾ ഉണ്ട്. നമുക്കറിയാം, ഒരു അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ RBI ആണ്. അപ്പോൾ RBIയുടെ കൺട്രോളിലാണ് എല്ലാ ബാങ്കും, ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കും. അപ്പോൾ ഈ RBI ആണ് എന്ത് ചെയ്യുന്നത്, സെക്ഷൻ 21 പ്രകാരം കൊമേഴ്സ്യൽ ബാങ്കിന് ഈ ഇൻട്രസ്റ്റ് റേറ്റ്, പിന്നെ ക്രെഡിറ്റ് ഡിസിപ്ലിൻ എല്ലാം എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. മറ്റേ റെസ്ട്രിക്ഷൻ ആണ് സെക്ഷൻ 6 പറയുന്നത്. നെക്സ്റ്റ് സൂപ്പർവൈസറി റോൾ ഓഫ് RBI ആണ്. അപ്പം നമ്മുടെ RBI എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ സൂപ്പർവൈസും അതുപോലെ റെഗുലേറ്റും ചെയ്യുന്നുണ്ട് ത്രൂ കൊമേഴ്സ്യൽ ബാങ്ക് വഴി. കൊമേഴ്സ്യൽ ബാങ്ക് ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തത് സെക്ഷൻ 22 ലൈസൻസിങ് പറയുന്നുണ്ട്. പിന്നെ സെക്ഷൻ 35 ഇൻസ്പെക്ഷൻ ആണ്. ഇപ്പം ബാങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നത് സെക്ഷൻ 35 ആണ്. പിന്നെ റെഗുലേഷൻ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ക്യാപിറ്റൽ സെക്ഷൻ 10 12 എന്ത് ചെയ്യുന്നത്, റെഗുലേഷൻ മാനേജ്മെന്റ് ചെയ്യുന്നതും പണമിടപാടുകൾ കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് സെക്ഷൻ 10 12 ആണ്. നെക്സ്റ്റ് ഇമ്പോസിങ് പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലൈൻസ് ആണ്. ഇപ്പം നമ്മളിപ്പം അനുസരിച്ചില്ല, മീൻസ് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്താണ് അത് വയലേറ്റ് ചെയ്തു, അപ്പം അത് വയലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പെനാൽറ്റീസ് ചുമത്തും, അല്ലെങ്കിൽ നമ്മൾ പിഴ ഈടാക്കും. ഒരു കാര്യം നിയമലംഘനം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പിഴ ഈടാക്കുന്നു. ഇനി നമുക്ക് സിഗ്നിഫിക്കൻസ് അണ്ടർ ബാങ്കിങ് ലോ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, എൻഷുവർ പബ്ലിക് കോൺഫിഡൻസ് ത്രൂ ലീഗൽ റെഗുലേഷൻ. ലീഗൽ റെഗുലേഷൻ വഴി നമുക്ക് പബ്ലിക്കിന് കോൺഫിഡൻസ് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും, കുറച്ച് ലോയും കാര്യങ്ങളെല്ലാം.
പിന്നെ മെയിൻറ്റെയിൻ സോൾവൻസി ആൻഡ് ലിക്വിഡിറ്റി ത്രൂ റിസർവ് റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ സോൾവൻസി ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ സോൾവൻസി ഈ ലോങ് ടൈം ആയിട്ടുള്ള ഒബ്ലിഗേഷൻ ബാങ്കിൽ, പിന്നെ ലിക്വിഡിറ്റി ഷോർട്ട് ടൈം ആയിട്ടുള്ള ഓരോ ഒബ്ലിഗേഷൻസ് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ത്രൂ റിസർവ് റിക്വയർമെൻറ്റ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ പ്രൊട്ടക്ട് ഡെപ്പോസിറ്റേഴ്സ് ഇൻട്രസ്റ്റ്, നമ്മുടെ ഡെപ്പോസിറ്ററിൻ്റെ ഇൻട്രസ്റ്റിനെയൊക്കെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ പ്രിവെൻറ്റ് ഫ്രോഡുലൻറ്റ് പ്രാക്ടീസ് വിയർ റെഗുലർ ഓഡിറ്റ് ആൻഡ് കംപ്ലൈൻസ് ചെക്ക്. അപ്പോൾ നമുക്ക് ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് റെഗുലറായിട്ട് ഓഡിറ്റ് നടത്താം, അല്ലെങ്കിൽ ഓരോ കംപ്ലൈൻറ്റ്സ് ചെക്ക്, ഓരോ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അതനുസരിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, ഓഡിറ്റ് എടുക്കാൻ പറ്റും. ഇതിലൂടെയൊക്കെ നമുക്ക് ആ ഒരു ഫ്രോഡുലൻറ്റ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതാണ് കുറച്ച് ബാങ്കിലോ കുറച്ച് സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ഒരു റെഗുലേഷനിൽ ലോ കാണും. അത് കുറച്ചും കൂടെ നിയമപരമായിട്ട് നമുക്ക് കാണുമ്പോൾ എന്ത് ചെയ്യാം, പബ്ലിക്കിന് കുറച്ചും കൂടെ വിശ്വാസം തോന്നും. പിന്നെ ഈ ലോങ് ടൈമും ഷോർട്ട് ടൈമും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബാധ്യതകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ഡെപ്പോസിറ്ററിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്, അതൊക്കെയാണ് ഒരു ബാങ്കിലോട്ട് സിഗ്നിഫിക്കൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെ 4 പോയിൻ്റാണ്. ലെറ്റ്സ് കൺക്ലൂഡ് ദിസ് ടോപ്പിക്. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുമ്പം നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് ലോയിൽ തന്നെ എന്താണ് ഡിഫൈൻ ചെയ്തേക്കുന്നു, റെഗുലേറ്റ് ചെയ്തേക്കുന്നു അണ്ടർ ഇന്ത്യൻ ബാങ്കിങ് ലോ. ഇത് ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് മാത്രമല്ല, എന്ന് വെച്ചാൽ ഒരു ഇടനിലക്കാരനായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇതിന് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത് മാത്രമല്ല, ഒരു ലീഗലി റെസ്പോൺസിബിൾ ആണ്. നമ്മുടെ നാഷണൽ എക്കോണമിയെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ത്രൂ സ്ട്രിക്ട് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് സച്ച് ആസ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആൻഡ് RBI ഗൈഡ് ലൈൻസ്. അപ്പം നമ്മുടെ RBIയുടെ ഗൈഡ് ലൈൻസും അതുപോലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഗൈഡ് ലൈൻസൊക്കെ അനുസരിച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേറ്ററി റൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതനുസരിച്ചാണ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നത്, വേണമെങ്കിൽ ഫങ്ഷൻ പ്രവർത്തിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ദ ലോ എൻഷുർ ദെയർ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് എഫിഷ്യൻസി. ഈ ഒരു ലോ എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടബിലിറ്റി എന്നുള്ള ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി എല്ലാം ഉറപ്പുവരുത്തുന്നുണ്ട്. എ സൗണ്ട് കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റം ഈസ് എ വൈറ്റൽ ഫോർ മെയിൻറ്റെയിനിങ് എക്കണോമിക് സ്റ്റെബിലിറ്റി, എൻഷുറിംഗ് പബ്ലിക് ട്രസ്റ്റ് ആൻഡ് പ്രൊമോട്ടിംഗ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ എക്കണോമിക് സ്റ്റെബിലിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പബ്ലിക്കിൻ്റെ ട്രസ്റ്റ് ഉറപ്പുവരുത്തുന്നു, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്സ്യൽ ബാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം ത്രൂ എന്തിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അണ്ടർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആൻഡ് RBI ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് എഴുതുമ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാം, ഈ ഒരു കേസും കൂടെ നമുക്ക് മെൻഷൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഇതിലൊരു ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്ന ഒരു കേസാണ്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ നമുക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു കേസ് മെൻഷൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ കേസിൻ്റെ പേരും കൂടെ നോക്കി വയ്ക്കുക. സോ ഫ്രണ്ട്സ്, നമുക്കപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനിയും ഫസ്റ്റ് മൊഡ്യൂളിൽ ബാക്കി പാർട്ടുകൾ വരുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, പിന്നെ ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെ ട്യൂഷനാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, സീ യു ദ നെക്സ്റ്റ് വീഡിയോ.